ഹലോ ഫുഡീസ്, വെൽക്കം ടു കറി ആൻഡ് ചിക്ക്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നോർത്ത് ആഫ്രിക്കൻ ക്ലാസിക് ഡിഷ് ആണ്, ചിക്കൻ ഷക്ഷൂക വിത്ത് എ സിമ്പിൾ ട്വിസ്റ്റ്. സോ ലെറ്റ്സ് ഗെറ്റ് കുക്കിംഗ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് 2 മീഡിയം സൈസ് ഓണിയൻ ഫൈൻലി ചോപ്ഡ്, അതേപോലെ തന്നെ 9 cloves of garlic finely chopped, 1.5 tomatoes, 1 capsicum and also chopped coriander leaves. ഇതൊക്കെ ഫൈൻലി ചോപ്പ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്, 150 grams ഓഫ് ചിക്കൻ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ, അതേപോലെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 30 minutes നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 5 to 6 tablespoon ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ആണ്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക until ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഈ സെയിം പാനിൽ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആവശ്യം വേണമെങ്കിൽ 2 tablespoon ഓയിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ക്ലോവ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. until golden brown. നമ്മൾ ഗാർലിക് നന്നായിട്ട് സോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ ഓണിയൻ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക until translucent. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തിട്ട് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വാടി വരുന്നത് വരെ. അപ്പോൾ നമ്മളെ വെജീസ് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ 1/2 ടീസ്പൂൺ സോൾട്ട് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ പെപ്പർ, അതേപോലെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കുമിൻ സീഡ്സ് പൗഡർ 1/2 ടീസ്പൂൺ, ചെറിയ ജീരകം പൊടിച്ചത്, ഗരം മസാല 1/4 ടീസ്പൂൺ.
ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം ഒക്കെ മാറുന്നത് വരെ. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൊമാറ്റോ പ്യൂരിയാണ്. ഞാനൊരു 2 ടൊമാറ്റോസ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കുന്നത്. ഹോം മെയ്ഡ് ടൊമാറ്റോ പ്യൂരിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്, ഓപ്ഷണലാണ്. ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്രൈഡ് ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ചിക്കനും ഈ മസാലയും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ചിക്കനും കൂടി ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ഷക്ഷൂക്കക്ക് നല്ല ടേസ്റ്റ് ആണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ചിക്കൻ കുറച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 മിനിറ്റ്സ് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജീസും ചിക്കനും നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ടയാണ് നമ്മളെ ഈ ഷക്ഷൂക്കക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. നമ്മുടെ പാനിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് 5ഓ 6ഓ മുട്ട ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് പെപ്പറും സോൾട്ടും ആ മുട്ടൻ്റെ മേലെ നന്നായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 6 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക. നമുക്ക് മുട്ട നന്നായിട്ട് റണ്ണി ആയിട്ട് കിട്ടണമെങ്കിൽ 4 മിനിറ്റ്സ് വെച്ചാൽ മതി. നമ്മളെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ സിമ്പിൾ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചീസാണ്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് ട്രയാങ്കിൾ ചീസാണ്, ചോപ്പ് ചെയ്തിട്ടുള്ള ട്രയാങ്കിൾ ചീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല ചീസ് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ കുറച്ച് കെച്ചപ്പും കൂടി ഇട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 3 മിനിറ്റ്സ് കുക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചീസ് മെൽറ്റ് ആകുന്ന അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് ചീസ് കടിക്കാൻ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഞാൻ അധികം മെൽറ്റായും വെച്ചിട്ടില്ല. ഒരു 2 മിനിറ്റ്സ് കൊണ്ട് തന്നെ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഷക്ഷൂക്ക. നമ്മുടെ ചിക്കൻ ഷക്ഷൂക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണെന്ന്. അപ്പോൾ നമുക്കിത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ആരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.